താളി ഉണ്ടാക്കാൻ പോവാ. പണ്ട് കുട്ടികളായിരുന്ന സമയത്ത് ഈ കടക്കാരൻ കളിക്കാന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും കളിക്കാന്നൊക്കെ പറയണ പോലെ. അപ്പൊ അതിലൊരു കടക്കാരൻ ഉണ്ടാവുമല്ലോ. അപ്പൊ കടക്കാരൻ വെളിച്ചെണ്ണയായിട്ട് കൊടുക്കാനായിട്ട് ഈ താളിയാണ് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുക. വെളിച്ചെണ്ണ പോലെ നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് താളി ഉണ്ടാക്കണൊക്കെ അന്ന് നല്ല രസമായിരുന്നു. പിന്നെ താളി ഉപയോഗിച്ചിട്ട് തല കഴുകുക എന്ന് പറഞ്ഞാൽ എന്തൊരു സുഖമുള്ള ഏർപ്പാടാണെന്നറിയോ. നല്ലൊരു തണുപ്പും എന്നാൽ എണ്ണമയം മുഴുവനും മുടിയിൽ നിന്ന് പോവുകയില്ല, പക്ഷെ നല്ലോണം വൃത്തിയാവുകയും ചെയ്യും. അങ്ങനെയൊക്കെ നടന്നിരുന്ന ആ ഒരു കാലത്ത് അതൊരു ഭയങ്കര സുഖമുള്ള ഏർപ്പാടായിരുന്നു. ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങിയപ്പോൾ താളിനോട് താല്പര്യമേ ഇല്ലാണ്ടായി. പിന്നെ ഒരിടക്കാലം കൊണ്ട് വീണ്ടും തോന്നി ഈ ഷാമ്പു മുടിയെ നന്നായിട്ട് ഡാമേജ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് താളി തന്നെ ആക്കാന്ന്. പക്ഷെ ആ സമയത്തൊക്കെ ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാ. ഈ ഇലകൾ പറിച്ചെടുക്കണം, അത് കഴിഞ്ഞിട്ട് അത് ഞെരടി പിഴിയണം, എന്നിട്ട് പിഴിഞ്ഞ് നല്ലോണം അരച്ച് പിഴിഞ്ഞെടുത്താലാണ് അതിൽ നിന്ന് നല്ല രീതിയിൽ താളി കിട്ടുക. എന്നിട്ട് തോർത്തിൽ വെച്ചിട്ട് അരിച്ചിട്ട് പിഴിഞ്ഞെടുക്കണം. പിന്നെ ആ തോർത്ത് കഴുകിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ പാടാ. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഒട്ടും ശരിയാവത്തുമില്ല, ഇതൊന്ന് വെന്ത് പോകുമല്ലോ. പിന്നെയുള്ള ഓപ്ഷൻ ഈ ചെമ്പരത്തിയുടെ ഇലയും കുറുന്തോട്ടിയുടെ ഇലയും ഒക്കെ കിട്ടുമ്പോൾ നന്നായിട്ട് എടുത്തു വെച്ചിട്ട് ഉണക്കി പൊടിച്ചു വെക്കുക എന്നുള്ളതായിരുന്നു. അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നീടുള്ള കാലത്ത്. അതിപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ താളിപ്പൊടിയായിട്ട് മേധ ഇറക്കുകയാണ്. ഇത് നമുക്ക് സാധാരണ ചെമ്പരത്തി താളി പോലെ തന്നെ ഉപയോഗിക്കാം. വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, ഒരു ദോശ ബാറ്ററിന്റെ കൺസിസ്റ്റൻസിയിൽ. എന്നിട്ട് തലയിൽ, സ്കാൽപ്പിൽ, മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അങ്ങ് കഴുകിക്കളയാം. നല്ല കൂളിംഗ് ആണ്. ചെമ്പരത്തി താളി ഇട്ട് കുളിച്ച പോലെ തന്നെ ആയിരിക്കും. നല്ല കൂളിംഗ് കിട്ടും, നല്ല സുഖം കിട്ടും. ഡാൻഡ്രഫ് അതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ നല്ല രീതിയിൽ പരിഹാരമാവുകയും ചെയ്യും. അത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല കൊഴുപ്പാണ് അതിന്. അപ്പം കട്ടയില്ലാതെ കലക്കി എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അത് യൂസ് ചെയ്യാം. നല്ല കൊഴുപ്പിലാണ് അതിരിക്കുക. ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഓർഡർ ചെയ്യാം കേട്ടോ. നമ്മുടെ എണ്ണയുടെ കൂടെ ഷാമ്പു ഉപയോഗിക്കുന്നതിന് വരെ ഇത് ഉപയോഗിച്ചാൽ മതി. നല്ല റിസൾട്ട് ഉള്ളതാണ്.